ത്രിയേക ദൈവത്തിന് സ്തുതി. എല്ലാവർക്കും ഹെർമിറ്റ്സ് ടോക്സിലേക്ക് സ്വാഗതം. ഒരിക്കൽ ഒരു അന്ധനും ഒരു മുടന്തനും ഒരു വഴിയിൽ ഒരുമിച്ച് വന്നു ചേർന്നു. അന്ധൻ മുടന്തനോട് പറഞ്ഞു, ഈ വഴി വളരെ ദുർഘടമാണ് എന്ന് എനിക്ക് തോന്നുന്നു. ഇതിലൂടെ നടക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. നിനക്കെന്നെ ഒന്ന് സഹായിക്കുവാനായിട്ട് സാധിക്കുമോ? ആ മനുഷ്യൻ പറഞ്ഞു, ഞാൻ മുടന്തനാണ്, എനിക്ക് തന്നെ നേരാവണ്ണം നടക്കുവാനായിട്ട് സാധിക്കുന്നില്ല. പിന്നെ എങ്ങനെയാണ് എനിക്ക് നിന്നെ സഹായിക്കുവാനായിട്ട് സാധിക്കുക? അന്ധൻ പറഞ്ഞു, സാരമില്ല, നീ എൻ്റെ തോളിൽ കയറി ഇരുന്നുകൊള്ളൂ, ഞാൻ നടന്നോളാം. നീ കൃത്യമായി എനിക്ക് വഴി പറഞ്ഞു തന്നാൽ മാത്രം മതി എന്ന് പറഞ്ഞു. അങ്ങനെ അന്ധൻ്റെ തോളിൽ കയറി മുടന്തൻ യാത്രയായി വഴി കൃത്യമായി പറഞ്ഞു കൊടുത്തു. രണ്ടുപേരും പരസ്പരം സഹായികളായി മാറി ആ വഴിയിലൂടെ വളരെ സന്തോഷത്തോടുകൂടെ വിജയകരമായി യാത്ര ചെയ്തു. കരയുന്നവരോടുകൂടെ കരയുവാനും വലിപ്പം ഭാവിക്കാതെ എളിയവരോടുകൂടെ ചേരുവാനും നമുക്ക് സാധിക്കുമോ? ചിതലിനെ അറിയാത്തവരായി ആരും തന്നെയില്ല. നമ്മുടെ വീട്ടിലെ എന്തെങ്കിലും സാധനങ്ങൾ നശിപ്പിച്ചു തുടങ്ങുമ്പോഴാണ് ചിതലുകളെ നമ്മൾ ശ്രദ്ധിക്കാറുള്ളത്. ജന്തുശാസ്ത്രജ്ഞന്മാർ പറയുന്നത് 2 ലക്ഷത്തിൽ പരം ചിതലുകൾ ഒരു പറ്റത്തിൽ ഉണ്ടാകുമെന്നാണ്. അത്രയും ചിതലുകൾ ഒരു കൂട്ടത്തിൽ ഉണ്ടായിട്ടും അവർ വിജയിക്കുവാനുള്ളതായ രഹസ്യമെന്ന് പറയുന്നത് അവരുടെ പരസ്പര സഹകരണമാണ്. നമ്മളാണെങ്കിലോ, നമ്മുടെ പരസ്പര സഹകരണം എങ്ങനെയാണ്? പദവിയോ ധനമോ സുഖസൗകര്യങ്ങളോ നമുക്ക് കരഗതമാകുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ മറക്കുകയാണ്. സ്ഥലകാലങ്ങളും ബന്ധങ്ങളും അയൽബന്ധങ്ങളും ഒക്കെ മറന്നു പോകുന്ന എത്രയോ ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. കർത്താവിൽ സ്നേഹമുള്ളവരെ, ഇതൊന്നും നിലനിൽക്കുന്ന നേട്ടങ്ങളല്ല. 1 യോഹന്നാൻ 4-ാം അധ്യായം 20-ാമത്തെ തിരുവചനത്തിൽ പറയുകയാണ്, കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ എങ്ങനെ സ്നേഹിക്കുവാനായിട്ട് കഴിയും? ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും സഹോദരനെ ദ്വേഷിക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു. പ്രിയമുള്ളവരെ, സഹോദരങ്ങളെ സ്നേഹിക്കുവാനും പരസ്പര സഹകരണം ഉറപ്പുവരുത്തുവാനും നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ. അതിനുള്ള കൃപ തമ്പുരാൻ നൽകട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.